ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ഡീടോക്സിങ് വാട്ടർ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ എൻ്റെ മുഖത്തൊക്കെ കുറച്ച് ഇങ്ങനെ പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കരുതി ഒരു ഇങ്ങനത്തെ വാട്ടർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതൊക്കെ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദോശ കഴിച്ചു. ദോശ ഇഡ്ഡലിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ നമുക്കൊരു ഇടിഞ്ചക്ക കിട്ടി. ഇടിഞ്ചക്കയും കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതെല്ലാം ചെത്തി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ മുട്ടക്കറിയും വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി പിന്നെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കലായിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് അതൊക്കെ സെറ്റാക്കി കൊടുത്തു. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് മുട്ടക്കറി, ഇടിഞ്ചക്ക തോരൻ, പിന്നെ മുളക് വറുത്തത്, സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം. പിന്നെ ഞാൻ പോയിട്ട് നെയിൽ പോളിഷ് ഇട്ടു. എൻ്റെ കയ്യിൽ വിരലിലൊന്നും ഉണ്ടായിരുന്നില്ല, നെയിൽ പോളിഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കളർ നെയിൽ പോളിഷ് എടുത്തിട്ടു. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ ഇട്ടത്? എനിക്ക് സത്യം പറഞ്ഞാൽ നെയിൽ പോളിഷ് ഇടാൻ അറിയില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ നിരത്തിയിട്ടിട്ടുള്ളൂ. അത് കാണാനും ഉണ്ട്. പിന്നെ ഞാൻ കുളിക്കാൻ നിൽക്കുന്നതാണ് ഇത്. അതിൻ്റെ ഇടയിൽ ഞാൻ അവൽ നനച്ചത് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ക്രേവിങ് വന്നു. ഗോതമ്പുണ്ടയില്ലേ, ഗോതമ്പ് കൊഴുക്കട്ട, അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇന്നലെ വന്നതായിരുന്നു. പക്ഷേ ഇന്നലെ അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് തന്നെ ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി, പിന്നെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള പഴം, തേങ്ങ, പിന്നെ വെല്ലം, അതൊക്കെ വാങ്ങി അതൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ തന്നോട്ടെ എനിക്ക് ഉണ്ടാക്കി തരുന്ന അവൾക്ക് എന്തെങ്കിലും ഞാനങ്ങനെ പറയുന്ന സമയങ്ങളിൽ ഇവളാണ് എനിക്ക് ഉണ്ടാക്കി തരൽ. എനിക്കങ്ങനെ എന്തെങ്കിലും ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ അവളുടെ സ്പെഷ്യലായിട്ടുള്ള ഫില്ലിങ്സാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങയും എല്ലവും പിന്നെ പഴമൊക്കെ സ്വന്തം ഇഷ്ടത്തിന് കയറ്റിയിടുന്നതാണ്. അത് ഞങ്ങളൊരു കടയിൽ നിന്ന് ഇങ്ങനെ കൊഴുക്കട്ട കഴിച്ചപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പഴം കിട്ടി. അപ്പോൾ അത് പ്രകാരം അവൾ ഇടുന്നതാണ്. എനിവേ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് മധുരം കൂടി പോയി. മധുരം കുറച്ച് കൂടി എന്നല്ലാണ്ട് വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് നിങ്ങളും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.